സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 ഫാർമസി കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലെ നടപടികൾ സീഡ് വെബ്സൈറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ നൽകിയവരാണെങ്കിൽ അവർ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും അതേപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി ഒരു കോളേജ് ജോയിൻ ചെയ്തവരും അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും ഈ കൺഫർമേഷൻ നൽകണം. അതായത് നിങ്ങളുടെ ലോഗിൻ പേജിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് കൺഫേം എന്ന് കാണാം. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ നേരത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് കാണാനും സാധിക്കുകയുള്ളൂ. നേരത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ്റെ മുകളിലേക്കുള്ളത് മാത്രമേ ഇനി നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നിലവിൽ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുക്കാത്ത പലരും ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു. 2 കോളേജുകൾ പുതുതായിട്ട് ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ആ കോളേജുകളിലേക്ക്, അതായത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് ചെറുവണ്ടൂർ ഏറ്റുമാനൂരും അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പുതുപ്പള്ളി, ഈ 2 കോളേജുകൾ മാത്രമാണ് പുതുതായിട്ട് ഈ ഫേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കോളേജുകളിലേക്ക് വേണമെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ നൽകാവുന്നതാണ്. നിലവിൽ നൽകിയവർക്കും ഇതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. അതേസമയം ഇതുവരെ ഓപ്ഷൻ നൽകാത്തവരാണെങ്കിൽ അവർക്കും ഈ 2 കോളേജുകളിലേക്ക് മാത്രം ഓപ്ഷൻ നൽകാവുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ കണ്ടിരുന്ന കോളേജുകളൊന്നും ഇപ്പോൾ ആദ്യമായിട്ട് ഓപ്ഷൻ നൽകുന്നവർക്ക് അവരുടെ ഹോം പേജിൽ കാണാൻ സാധ്യമല്ല. ഈ 2 കോളേജുകൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം നേരത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിൽ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതുവരെ കൊടുത്ത എല്ലാ ഓപ്ഷൻസും കാണാം. ഒപ്പം ഈ 2 കോളേജുകളും ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവിടെ ഉണ്ടാവും. വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇനി കൺഫർമേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡിലീഷനും അതേപോലെ റീഅറേഞ്ചിങ് നടത്തിയാൽ മതി, നിർബന്ധമില്ല. അതായത് ഡിലീറ്റിങ്ങും റീഅറേഞ്ചിങ്ങും നിർബന്ധമല്ല. പക്ഷേ കൺഫർമേഷൻ കൊടുക്കൽ നിർബന്ധമാണ് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ. നിലവിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു, ആ കോളേജ് മതി എന്നുള്ളവർ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് മതി എന്നുള്ളവരാണെങ്കിൽ അവർ ഇനിയും കൺഫർമേഷൻ കൊടുക്കണം എന്നില്ല. അതേസമയം ചിലർക്ക് ഉണ്ടാവും അവർക്ക് 3ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, ഇനി 1-2 ഓപ്ഷൻസ് ഉണ്ട്, അത് വേണ്ട. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു സംശയം അവിടെ ഉണ്ടാവും. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് 1ാമത്തെ 2ാമത്തെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതാണ് എപ്പോഴും സേഫ്. അല്ലാതെ കൺഫർമേഷൻ കൊടുക്കാതെ ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ കൺഫേം ബട്ടൺ അറിയാതെ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ആവുകയും ചെയ്യും. നിങ്ങൾ സെക്കൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഏതെങ്കിലും ഓപ്ഷൻസ് കിട്ടി അതിൻ്റെ മുകളിലേക്കുള്ള ആവശ്യമില്ല എന്നുള്ളവരാണെങ്കിൽ അവർ കൺഫർമേഷൻ കൊടുത്ത് അതിനുശേഷം മുകളിലുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു പ്രിൻ്റ് ഔട്ടും എടുത്ത് വയ്ക്കുക. അതാണ് ഏറ്റവും സേഫ്. അല്ല എങ്കിൽ നിങ്ങൾ ഒട്ടും ആ ഇതിലേക്ക് പോകാണ്ടിരിക്കുക, സൈറ്റിലേക്ക് പോകാണ്ടേ ഇരിക്കുക. ഇനി ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2025 വൈകിട്ട് 6 മണി വരെയാണ്. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനും ഓപ്ഷനുകൾ ക്രമീകരിക്കാനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 2 കോളേജുകളിലേക്ക് പുതുതായി ഓപ്ഷൻ നൽകാനും ഉള്ള അവസരം 2/9/2025 വൈകിട്ട് 6 മണി വരെയാണ്. 3/9/2025 താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 8/9/2025 ഫാർമസി കോഴ്സിലെ 2ാം ഘട്ട അന്തിമ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. 3-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഓണം വെക്കേഷനാണ്. ഓണമായിട്ട് സംബന്ധമായിട്ടുള്ള ഒഴിവുകളായതുകൊണ്ടാണ് 8-ാം തീയതി മാത്രമേ ഫൈനൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് വിവിധ കോളേജുകളിൽ ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടില്ല. അതേസമയം
സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് കൺഫർമേഷൻ കൊടുത്തു ഒരു പുതിയതായിട്ടൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 8-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. രണ്ടാമത്തെ കിട്ടിയ കോളേജിലേക്ക് നിർബന്ധമായും മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിലുള്ളതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇപ്പോൾ കിട്ടിയതിൻ്റെ മുകളിലേക്കുള്ള കോളേജുകൾ ആവശ്യമുള്ള കോളേജുകൾ മാത്രമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആവശ്യമില്ലാത്ത കോളേജുകൾ ഒഴിവാക്കുക. കാരണം ഇപ്പോൾ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ താഴെയുള്ളത് കിട്ടുമോ, ഇനി ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇഷ്ടമില്ലാത്തൊരു കോളേജാണ്, അവിടെ ഞാൻ ജോയിൻ ചെയ്യണോ എന്നൊക്കെ. ജോയിൻ ചെയ്യാത്തവർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായി, അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും. അവർക്കിനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ 2 കോളേജുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പുതുതായിട്ട് വന്ന 2 കോളേജുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനടിയിൽ ചോദിച്ചോളാം. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.